ഗുഡ് മോർണിംഗ് ടു എ ബ്രൈറ്റ് ആൻഡ് സണ്ണി നേപ്പാൾ. അപ്പോൾ നമ്മൾ ദർബാർ സ്ക്വയറിലേക്ക് പോകാം. ദർബാർ സ്ക്വയർ ഇവിടുന്ന് അടുത്താണ്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചൊരു സ്ഥലം കേട്ടോ. ഫുൾ ഷോപ്പുകളും പിന്നെ എന്തൊക്കെയോ ആൻറ്റിക് സംഭവങ്ങളാണ്. പണ്ടത്തെ ഇവിടുത്തെ പാലസോ അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്നാണ് ഗൂഗിളിൽ കണ്ടത്. അപ്പോൾ ഏതായാലും പോയി നോക്കാം. സണ്ണി ആട്ടോ, ഒന്ന് വെയിലുണ്ട് അത്യാവശ്യം. പിന്നെ ഇന്നലെ നേപ്പാളിലെ മോൾ ഭാഗത്ത്, അതായത് നമ്മളെ മലനിരപ്പിൻ്റെ അവിടെയൊക്കെ എന്തൊക്കെയോ പ്രളയം അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ മഞ്ഞുമല ഉരുകിയിട്ടൊക്കെ എന്തോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാഠ്മണ്ഡു ടൗണിന് കുഴപ്പമില്ല. ഇവിടെ ഇത് ലോവർ ഏരിയ ആയതുകൊണ്ട്, ലോവറല്ല ഹയർ ഏരിയ തോന്നുന്നുണ്ട് കാഠ്മണ്ഡു ടൗണേ. അപ്പോൾ ഇങ്ങോട്ടധികം ഒന്നും ബാധിച്ചിട്ടില്ല. പിന്നെ മഴ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചില്ല. അവിടെയും തന്നെ മഴ ഉണ്ടായിരുന്നില്ല. അത് ഈ ഐസ് മലയിൽ നിന്ന് പൊട്ടി വീണിട്ട് അത് ഉരുകി വെള്ളം അങ്ങനെ കൂടിപ്പോയതാന്നൊക്കെ കേട്ടോ കേട്ടത്. എനിവേസ് കുറേ ആൾക്കാരെ കാണാനൊന്നുമില്ല. ശരിയാവട്ടെ. ഇന്നലത്തെ പോലെ ബൈക്ക് ടാക്സി വിളിക്കാൻ ടൈമായി. ബൈക്ക് ടാക്സി ഇവിടെ മൊത്തം ബൈക്കുകളാണ്. മെജോറിറ്റി വണ്ടികളും ബൈക്കുകളാണ്. കാരണം ഇവിടുത്തെ ട്രാഫിക്കിന് എനിക്ക് തോന്നുന്നത് ബൈക്കാണ് ഏറ്റവും സുഖം. ഞാനിപ്പോൾ ഇത്ര ദിവസം ട്രാവൽ ചെയ്തതിൽ ബൈക്കാണ് എല്ലാത്തിനും കറക്റ്റ് കേട്ടോ. ഇവിടുന്ന് ഇതാണ് ദർബാർ സ്ക്വയർ. പഴയ കെട്ടിടങ്ങളാട്ടോ ഇതൊക്കെ. ഇതൊക്കെ റൂഫിൻ്റെ മുകളിലൊക്കെ പുല്ലൊക്കെ വളർത്തിയിട്ടുണ്ട്. കളഞ്ഞ ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ഇനി നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ടൂറിസ്റ്റിന് ഇങ്ങനത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് അത് കറങ്ങാനുള്ളൊരു ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റും കഴുത്തിലിടാനുള്ളൊരു പാസും പിന്നെ ഒരു ഇൻഫർമേഷൻ ഗൈഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ത്യക്കാർക്ക് 500 രൂപയുള്ളൂ. 1000 രൂപ എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്കൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. അവരൊരു ID കാർഡ് പോലത്തെ സാധനം തന്നിട്ടുണ്ടായിരുന്നു. അത് കഴുത്തിലിട്ടുണ്ട് സാധനം. പിന്നെ എന്തോ ഇവിടുത്തെ ഹനുമാൻ ദോക്ക ദർബാർ ആൻഡ് മ്യൂസിയം കാണാനുള്ള ടിക്കറ്റായിരുന്നു. വെറുതെ നടന്നു നോക്കാം. പിക്ചറിന് കുറേ നേരമായി ആ പട്ടം കൊണ്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ തലേൻ്റെ അടുത്ത് കൂടി ആ പട്ടം പോയത്. കാറ്റില്ലാത്തപ്പോൾ പട്ടം പറത്താൻ നോക്കുന്നു ചെറുക്കൻ. കുഴപ്പമില്ല, കൊച്ചുങ്ങളല്ലേ, കളിക്കട്ടെ. ഏതായാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോയോട്ടോ. സുന്ദരമായ കെട്ടിടങ്ങൾ. സന്തോഷ് ജോർജ് കുമാർ സാറിനൊക്കെ പോലെ പറയേണ്ടി വരും. സുന്ദരമായ കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങളും ചെറിയ ഇടവഴി കേട്ടോ. നമ്മൾ കുനിഞ്ഞ് കയറേണ്ടി വരും. ഇത് വല്ല വീടുമാണോ? ഇല്ല, അവിടെയും കുഴിയാണ്. അപ്പർ സൈഡോട്ട് പോയേക്കാം. ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നടന്നു പോകുന്നുണ്ട്. അതൊക്കെ കുറേ ഹാൻഡ് ക്രാഫ്റ്റഡ് സംഭവങ്ങളും ഭംഗിയുള്ള എന്തൊക്കെയോ ആർട്ടിഫാക്ട്സൊക്കെ ഉണ്ട്. നമ്മുടെ ബാഗും
അയ്യോ, ഒരു ലോഡ് പക്ഷികൾ. ഓക്കെ, എത്ര പക്ഷികളാണ്. എൻ്റെ അമ്മോ, തീറ്റ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. മറ ഉള്ളുണ്ട്. ഇവിടുത്തെ പഴയ കൊട്ടാരത്തിൻ്റെ ബാക്കിയും പിന്നെ അമ്പലത്തിൻ്റെ കുറേ അമ്പലങ്ങളൊക്കെ ആട്ടോ ഇത്. അവരൊരു ടൂർ മാപ്പ് വന്നിട്ടുണ്ട്, അതിനകത്ത് മൊത്തം ഇതൊക്കെ ഒരു അമ്പലമാണ്. ഇവിടുത്തെ ദേവിയോ എന്താണ് കേട്ടോ. പല പല ബിൽഡിംഗ് ഒക്കെ കേട്ടോ. ഇവിടെ ഒരെണ്ണം, ഇതൊരു ബിൽഡിങ്, പിന്നെ ഇവിടെ ഒരെണ്ണം, പിന്നെ അവിടെ ഒരെണ്ണം, കുറേ സെപ്പറേറ്റ് ബിൽഡിങ്സ് പോലെ കേട്ടോ. ഹിന്ദി കഴിവുകൾ ഉപയോഗിച്ച് ഞാനിവിടുത്തെ എന്താ പറയുക മ്യൂസിയം എവിടെയെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. ഒരു മ്യൂസിയം ഉണ്ട്. ഭയങ്കര വെയിലാട്ടോ ഇന്നിവിടെ. ചൂട് അങ്ങനെയില്ല, ഒരു തണുത്ത കാറ്റും. ആ കാണുന്ന എൻട്രൻസ് ആണ് നമ്മളെ മ്യൂസിയം. ഇതിൻ്റെ ബാക്ക് സൈഡും. പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഈ ഇല വന്ന് ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. എല്ലാ സ്ഥലത്തും ഓരോ വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ ദൈവങ്ങളതാണ്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പ്രാർത്ഥിക്കുന്നതെല്ലാം കാണും. ഹനുമാൻ ബോക്കാ ദർബാർ മ്യൂസിയം എൻട്രൻസ് ആണ്. കയറി വെക്കാം. വാവ്, ഭയങ്കര പീസ്ഫുൾ. പുറത്ത് നിറയെ ആൾക്കാരാണെങ്കിൽ ഇവിടെ ആൾക്കാരൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ഒരു ഫ്ലൂട്ട് വഴിക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ചെറിയ ഇടുങ്ങിയ വീട്, പഴയ കൊട്ടാരമാണ് തോന്നുന്നുണ്ട്. ഇടുങ്ങിയ വഴി കേട്ടോ, ഭയങ്കര ഇടുങ്ങിയ കൊട്ടാരം. കിങ് പൃഥ്വി നാരായൺ ഷാ. നമ്മൾ പഴയ നാട്ടിലൊക്കെ തറവാടിൻ്റെ ഒക്കെ മരം കൊണ്ടുണ്ടാക്കിയ ഇത് മാതിരിയുണ്ട് കേട്ടോ. നല്ല തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ജനവാതിലൊക്കെ രസമുണ്ട്, ചെരിഞ്ഞിട്ടാണ്. അഞ്ചാമത്തെ നില എത്തിയിട്ട് നമ്മൾ ഇനിയും മേലോട്ടുണ്ട്. ഇത് എത്ര നിലയാ ഇപ്പോൾ? അമ്മേ, 6ാമത്തെ നില എത്തി.
ഇനിയും മേലോട്ട് ഞാനില്ല. പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ റൂമായിരിക്കുമല്ലോ അതൊക്കെ. നൈസ്. ഇനിയും മുകളിലോട്ടോ. ഈശ്വര, 7th floor. അവസാനം എത്രാമത്തെ നിലയത്? 9ാമത്തെ ഫ്ലോർ. കയറി 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 അബ്ബേ നല്ല ഉയരണ്ട്. കേട്ടോ എന്താ പറയുക, നടുക്കിൽ എന്തൊക്കെ നേപ്പാളി സാധനങ്ങളും അതൊക്കെ നിൽക്കുന്നൊരു സ്ഥലം. ഇത്ര ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര. ആ കയറിപ്പോയ ആ ഗോപുരം കേട്ടോ, അത് ഈ പാലസിൻ്റെ ഒരു കെട്ടിടം പോലത്തെ, അതിൻ്റെ മേലെ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കയറിപ്പോയത്. അപ്പോൾ അത് ചൈനക്കാരാണ് ഇവരെ സഹായിച്ചത്. അത് മൊത്തമായിട്ട് പൊളിച്ചിട്ട് രണ്ടാമത് ഉണ്ടാക്കി പടുത്തുണ്ടാക്കിയത് അത്ര. അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ചൈനക്കാർ വെരി ബുദ്ധിമാൻസ്. ഇവിടുത്തെ ഒരു ഭൂമിക്കുലുക്കത്തിൽ ഇത് മൊത്തമായിട്ട് പൊളിഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് ചൈനക്കാർ സഹായിച്ച് പണിത് തിരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അതിൻ്റെ മരത്തിൻ്റെ പണികൾ വരെ അവരാണ് ചെയ്തതെന്ന് പറയുന്നത്. 2 കൂട്ടരും കൂടിയും ചേർന്ന് ചെയ്തതത്ര. നൈസ്. ഇതിവിടുത്തെ നേപ്പാളി സ്വീറ്റ്സ് ആട്ടോ. ഇവർ ഈ തൈരില്ലേ, കേട്, ഇത് ടേസ്റ്റ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ഇതാട്ടോ ഇവിടുത്തെ തൈര്, ചെറിയ മധുരമുള്ള തൈരാണ്. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ കുറേ സ്വീറ്റ്സും. ഇതൊക്കെ എന്താ, ഗുണ്ട് പാക്ക്, കേസരി പേട. നൈസ്. അപ്പോൾ തണുത്ത തൈരൊന്ന് കഴിച്ചു നോക്കരുത്. തൈര് തന്നെയാണ് നമ്മുടെ നാട്ടിലെ തൈരിൻ്റെ കുറച്ച് മധുരമുള്ളത്. സ്ട്രീറ്റ്സിലൂടെയാണ് കേട്ടോ. ഇത് ദർബാർ സ്ക്വയറിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റാണ്. ഇവിടെ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറേ ഇടവഴികളുണ്ട്. അപ്പോൾ അതിൽ ഏതിടവഴിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞൂടാ. അപ്പം തപ്പി നടക്കാം. കടകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ, പക്ഷേ ഇതിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഈ പഴയ നേപ്പാളി ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള അതാട്ടോ. ഭംഗിയുണ്ട് കാണാൻ. സമൂസ. ഇറച്ചിക്കട. കുറേ നേരം നടന്ന് ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ കണ്ട സ്ഥലം തന്നെ ഒരു 2 വട്ടം ഞാൻ കറങ്ങിയൊക്കെ ചെയ്തു. അതിനുള്ളിൽ കയറി മനസ്സിലാവില്ല, ഫുള്ള് വട്ടം ചുറ്റി. ഇവിടെ ഒരു നല്ലൊരു മോമോ പ്ലേസ് ഉണ്ട്, മോമോ മേള. ഇവിടുന്ന് മോമോ കഴിച്ചു നോക്കാം. മോമോ ഉണ്ട്, വെജ് ചിക്കന്, ബഫ് എന്ന് പറയുന്നത് ബഫല്ലോ കേട്ടോ, പോത്തല്ലേ. പിന്നെ ലാഫിങ്, ഈ സാധനം വെറൈറ്റി എന്ന് കേട്ടിട്ടുണ്ട്. ട്രൈ നോക്കാം. ഇത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേര് ലാഫിങ്. നമ്മൾ
ഇങ്ങനെ ഇട്ടിട്ട് വേറെ ഏതെന്തോ ഉള്ളിലൊരു മുളക് പേസ്റ്റും അങ്ങനെ എന്തൊക്കെയോ, പിന്നെ പച്ച നൂഡിൽസ് കേട്ടോ, വെറൈറ്റി സാധനം. ഉള്ളിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു മാരക മസാലയും ഇറച്ചിയും നല്ല ഉണ്ട്. നമസ്കാരം കണ്ട് അടിപൊളി മോമോസും കഴിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സീ യു അഗെയിൻ നെക്സ്റ്റ് ടൈം. ഏതൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് കേട്ടോ.